ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ പറയുന്നത് രാവിലെ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഈ രാത്രി വരെയുള്ള കാര്യങ്ങൾ നമ്മൾ കുക്കിങ്ങോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ മുഴുവനായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഞാനന്ന് അനിയത്തിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളോട് പറയാതെ സർപ്രൈസായി പോയതായിരുന്നു. അപ്പോൾ അവിടുന്ന് പിന്നെ ഷോപ്പിങ്ങിന് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യട്ടെ. പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണണമെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് വീഡിയോ കണ്ടോക്കണേ. അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ ഞാൻ 6 മണിയൊക്കെ ആകുമ്പോൾ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് നമ്മൾ പിന്നെ നെയ്പ്പത്തലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ബീഫ് കറി ഉണ്ടായിരുന്നു തലേന്നത്തെ. അപ്പോൾ നെയ്പ്പത്തൽ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ തലേന്ന് പിന്നെ ചോറ്റൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 1 കപ്പ് ചോറ്റൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ ഇത് വെള്ളമൊക്കെ ഊറ്റിയിട്ട് ഞാനതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കും. ഇനിയിപ്പോൾ അരി ഞാൻ മുഴുവനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 2 പിടി തേങ്ങ ഇട്ടെടുത്തിട്ടുണ്ട്. നല്ല വലിയ പിടി തന്നെ 2 പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെറിയ തേങ്ങക്കാണെങ്കിൽ 1 തേങ്ങ എടുക്കുക, വലിയ തേങ്ങക്കാണെങ്കിൽ 1 മുറി തേങ്ങ എടുക്കട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ചെറിയ ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി 2 കൂടി ചേർക്കണമെങ്കിൽ 2 പിന്നെ അരച്ച ടീസ്പൂൺ അങ്ങനത്തെ ചേർത്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ ഞാനിപ്പോൾ വലിയ ജീരകമാണ് എടുത്തിട്ടുള്ളത്. 2 ജീരകം ഒപ്പം ചേർത്ത് അരച്ചാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി എടുത്തിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കയ്യിൽ ചെറിയ ഉള്ളിയാണെങ്കിൽ ചെറിയ ഉള്ളി ചേർത്തിട്ട് ഒരു 5-8 പിന്നെ ചോള ചെറിയ ഉള്ളി ചേർത്ത് അരക്കാം. അപ്പോൾ ഞാൻ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ വലിയ ഉള്ളി എടുത്തിട്ടുള്ളത്. വലിയ ഉള്ളി ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അത് ഞാൻ കുറച്ച് തരിയോട് കൂടിയിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല തരി ആവാനും പാടില്ല, എന്നാൽ തീരെ തരി ഇല്ലാതെ അങ്ങനെ അരക്കരുത് കേട്ടോ. അപ്പോൾ മീഡിയം സൈസിലുള്ള തരി വലുപ്പത്തിലുള്ള തരിയിൽ അരച്ചെടുക്കുക. എന്നിട്ട് ഞാനത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ബീഫ് കറിയിൽ പിന്നെ അത്യാവശ്യം ഉപ്പുണ്ട്. അപ്പോൾ ഞാനത് പിന്നെ കൂടുതലാവേണ്ട വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ അരിപ്പൊടി ഇട്ട് കൊടുക്കണം. നമ്മൾ സാധാ പത്തിരിപ്പൊടി ഇല്ലേ, അപ്പോൾ ആ പൊടി ഞാൻ ആദ്യം 2 കപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് പിന്നെ ഇട്ട് കൊടുക്കുക എന്നുള്ളതിൽ ഞാൻ 2 കപ്പ് തന്നെ ആദ്യം അരിപ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നു. 2 കപ്പ് നിറയെ എടുത്തിട്ടില്ല. അങ്ങനെ 1 കപ്പാണ് ഞാൻ പിന്നെ നമ്മൾ ചോറ്റയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ ഒരു 1/4 കപ്പും കൂടെ പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിൽ കുഴച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ അതിലേക്ക് ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ ആക്കിയിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഉള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. കൂടുതലൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഇതെങ്ങനെ ഒഴിച്ചെടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മാവ് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതൊന്ന് നമുക്ക് പൊരിച്ചെടുക്കണേ. അപ്പോൾ ഞാൻ സ്റ്റൗവിൽ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല ബീഫ് കറി ഇത് ഞാൻ തലേന്ന് നല്ല തിളപ്പിച്ച് വെച്ചതായിരുന്നു കേട്ടോ. എന്നാലും ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കാന്നുള്ളതിൽ ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ വെളിച്ചെണ്ണ ഒന്ന് നല്ല തിളക്കട്ടെ. തിളക്കുമ്പോഴേക്ക് ഞാൻ മാവൊക്കെ ഒന്ന് പരത്തിയെടുക്കാമെന്ന് വിചാരിക്കണ്ട. അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മൾ പത്തിരി പ്രസ്സിൽ ഇതുപോലെ ഓയിലിൻ്റെ ഒരു കവറ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇനിയിപ്പോൾ ഞാൻ നമ്മളെ മാവിൽ ഞാൻ ഇതുപോലെ ഒരു ഉരുളെടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ നമ്മൾ ഓയിലിൻ്റെ പേപ്പറില്ലേ അതിലേക്ക് വെച്ച് കൊടുക്കണം, ആ കവറിലേക്ക്. എന്നിട്ടൊന്ന് ആ കവർ കൊണ്ടൊന്നൊന്ന് തിരിച്ച് മൂടി കൊടുക്കണ്ടേ. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് പ്രസ് ചെയ്താൽ വട്ടം കൂടി പോകും. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എന്താ പറയുക തൊട്ടില്ല അതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ അതുപോലെ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഞാൻ നല്ല വെളിച്ചെണ്ണ നല്ല തിളച്ചതിന് ശേഷം ഞാൻ പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് പിന്നെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തീ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്രസ് ചെയ്തെടുത്ത പത്തിരി എണ്ണയിലേക്ക് ഇട്ട് അതൊന്ന് പൊങ്ങി വരുന്ന ടൈമോട് നമുക്ക് അടുത്തത് ഇതുപോലെ ഒന്ന് പരത്തി വെക്കാം കേട്ടോ. അപ്പോൾ പരത്തി വെക്കുമ്പോഴത്തേക്ക് അതൊന്നവിടെ പൊങ്ങി വന്നോളൂ. അപ്പോൾ ഈ നെയ്പ്പത്തലിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ കുറേ മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചാനൽ തുടങ്ങിയ ആ ടൈമിലൊക്കെ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ പത്തൽ എണ്ണയിലേക്ക് ഇട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് പൊന്തി വരില്ല കേട്ടോ. ഒരു 4-5 സെക്കൻഡ് കഴിഞ്ഞ ശേഷം ഇതിങ്ങനെ പൊന്തി വരിക. അപ്പോൾ പൊന്തി വരുന്ന ടൈമിൽ ഇതിൻ്റെ മേലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് തൂക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ നെയ്യപ്പൊക്കെ പൊരിക്കുമ്പോൾ ചെയ്യൂലേ അതുപോലെ വെളിച്ചെണ്ണ ഒന്ന് തൂക്കി കൊടുത്താൽ അതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ല വെന്ത് വന്നോളൂ. അപ്പോൾ ഇതൊന്ന് നമ്മൾ മറിച്ചിട്ടെടുക്കുക. ഇനി പിന്നെ 5-6 സെക്കൻഡ് കഴിഞ്ഞ ശേഷം ഒന്നുകൂടെ മറിച്ചിട്ടിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് കോരെടുക്കട്ടെ. അപ്പോൾ ഒരുപാട് വേവാനൊന്നുമില്ല കേട്ടോ. ഉള്ളിൽ മാവ് കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ പൊന്തി വന്നാൽ തന്നെ നമ്മൾ 2-3 പ്രാവശ്യം മറിച്ചിട്ടാൽ തന്നെ നമ്മളെ പത്തൽ വെന്ത് കിട്ടിക്കോളും.
ഇനിയിപ്പോൾ ഞാനിത് മുഴുവനായിട്ടൊന്ന് പൊരിച്ചെടുക്കട്ടെ. അപ്പോൾ 5-6 പൊരിച്ചതിന് ശേഷം ഞാൻ മോണ്ടർക്ക് ചായ കൊടുത്തിട്ടാ. അവനക്ക് പോകാൻ വേണ്ടിയിട്ട് ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ളത് ഞാൻ പിന്നെ പൊരിച്ച അപ്പോൾ അതിന് ശേഷം മോൻസ് മദ്രസ ഇട്ടെന്ന് അപ്പോൾ ഞാനും കുഞ്ഞിൻ്റെയായി മോൻസും കൂടെ ചായ കുടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നെടുത്തതാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ പൊരിച്ച് വെച്ചിട്ട് കുറേ ടൈം ആയിട്ടുണ്ട്. എന്നിട്ടും നമ്മളിങ്ങനെ പൊങ്ങി വന്നത് അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. ഇപ്പോൾ ബീഫ് കറി ആകുമ്പോൾ പ്രത്യേകിച്ച് അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനക്കറിയൊക്കെ ഒന്നും കൂടി ടേസ്റ്റ് ബീഫ് കറി കേട്ടത് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ ചായയുടെയൊക്കെ കഴിഞ്ഞ ശേഷം മോൻസും കുഞ്ഞിൻ്റെയൊക്കെ പോയിട്ടാണ്. മോൻസ് സ്കൂളിലേക്കും പോയി. അതിനുശേഷം ഞാൻ ഒരുപാട് നേരം കിടന്നിട്ട് എനിക്കിങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. ഇങ്ങനത്തെ കടികൾ അതേപോലെ ഭൂരി ആയാലും ഇതുപോലെ എണ്ണയിൽ വറുത്ത കടികൾ അങ്ങനത്തെ ഹെവി ആയിട്ടുള്ള കടികളൊക്കെ അല്ലേ അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര എന്താ പറയുക ഒരു മടുപ്പുണ്ട്. ഞാൻ ഇങ്ങനത്തെ പരമാവധി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഞാൻ കൂടുതലും എൻ്റെ പണികളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ. അപ്പോൾ അന്ന് ഞാനിപ്പോൾ ഒന്നും കഴിഞ്ഞിട്ടില്ല. എൻ്റെ പണികളൊന്നും കഴിഞ്ഞാൽ അടിക്കലും തുടക്കലും ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഞാനിതാ ഒരു 10-11 മണിക്കായപ്പോൾ എണീറ്റ് ഇനിയിപ്പോൾ ബെഡ്ഷീറ്റ് മടക്കലും അടിക്കലും തുടക്കലും അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുന്നിട്ടാണ്. അപ്പോൾ പുറത്ത് പിന്നെ ആരോ വണ്ടീൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ പോയപ്പോൾ ഞാൻ മീൻകാരനാണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ മീൻകാരൻ എന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ ഒരു ചങ്ങാൻ്റെ അടുത്ത് മീൻ കൊടുത്തേക്കാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഓനാണെങ്കിൽ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ആങ്ങളാട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ചെറിയ ആങ്ങളാണിത്. അപ്പോൾ അവനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവന് വെറുതെ വന്നതാണ്. അപ്പോൾ അവന് പിന്നെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ വെറുതെ എൻ്റെ അടുത്ത് വന്നിട്ട് അങ്ങോട്ട് പോകാമെന്നുള്ളത് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ നേരമൊക്കെ സംസാരിച്ചിരുന്നു. പിന്നെ ഞാൻ അവനക്ക് പത്തലുണ്ടായിരുന്നു അതും അങ്ങനെ കറിയൊക്കെ കൊടുത്തതിന് ശേഷം അവനോട് പറഞ്ഞ് ഞാൻ പിന്നെ പത്തനംതിട്ട അക്കാനോടൊക്കെ പോവുകയാണ് കഥ വരണേന്ന് ചോദിച്ചു. അപ്പോൾ അവനത് ചോദിച്ച പാടെ ഞാൻ പറഞ്ഞു ഞാൻ നാളെ എനിക്ക് വിളിച്ചു നോക്കട്ടെ പറഞ്ഞു. അങ്ങനെ കുഞ്ഞിറ്റാനും ചോദിച്ചപ്പോൾ കുഞ്ഞിറ്റ പറഞ്ഞാൽ പോയിക്കോ കുഴപ്പമൊന്നുമില്ല പിന്നെ കുട്ടികൾ സ്കൂളിൽ വരുമ്പോഴത്തേന് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും കുഞ്ഞിറ്റാക്കുള്ള കറിയൊക്കെ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ കുമ്പളം കണ്ടായിരുന്നു അത് ഞാൻ കറി വെച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ സംസാരിച്ചെടുക്കണേൽ മീൻകാരൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തളയനൊക്കെ കട്ട് ചെയ്തിട്ട് കേട്ടോ കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചു. അങ്ങനെ ഞങ്ങൾ പോയിട്ടാണ്. അപ്പോൾ പോണ മുന്നേ ഓന് അന്യത്തേക്ക് വിളിക്കാൻ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു വിളിക്കണ്ട നമുക്ക് സർപ്രൈസായി പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ പോകുന്നതാണ് കേട്ടോ ഇങ്ങോട്ട്. അപ്പോൾ പിന്നെ വൈകുന്നേരം കുട്ടീനെ മോളെ കാണിക്കാൻ ഡോക്ടറെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനാണ് അവൻ വന്നിട്ടുള്ളത് കാണിക്കാൻ പോകാൻ വേണ്ടിയിട്ടാണ് അവർക്ക് രണ്ടാൾക്കും കാണിക്കാൻ പോകാമെന്നുള്ളതിൽ അങ്ങനെയൊക്കെ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ 1:30-2 മണി ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ പണികളൊക്കെ ഇവിടുന്ന് കഴിഞ്ഞ് പിന്നെ പോയതല്ലേ അങ്ങനെയൊക്കെ. പിന്നെ അവനക്ക് പോകണോ ഇല്ല എന്തൊക്കെ ചുറ്റുപാട് തീർക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ അവൾ നല്ല പണിയിലായിരുന്നു കേട്ടോ. ചെടി ഒക്കെ റെഡിയാക്കണ പണിയിലായിരുന്നു അവൾ. അപ്പോൾ അതൊക്കെ റിപ്പോർട്ടിങ് ചെയ്യലും അങ്ങനത്തെ പരിപാടികളായിരുന്നു. അപ്പോൾ അവളിങ്ങനെ പറയണ്ടേ എന്തിനെ വിളിക്കാതെ വന്ന് വിളിച്ചുകൂടെയെന്ന് അങ്ങനെയൊക്കെ പറയണ്ടേ. പിന്നെ അവൾ എന്താ പറയുക മാന്തൽ കറി വെച്ചിട്ടുണ്ടായിരുന്നു, ചെമ്മീൻ റോസ്റ്റ്, ചോറ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് എന്താ പറയുക ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ വിളിച്ചിട്ട് വന്നുകൂടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്യാനൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ സമ്മതിച്ചില്ല കേട്ടോ. അങ്ങനെയൊക്കെ ഇപ്പോൾ ഞങ്ങൾ പോയ ഉടനെ വെള്ളം കലക്കാൻ നിന്നപ്പോൾ അതിനൊന്നും സമ്മതിച്ചില്ല. അവൻ പറഞ്ഞ് വേണ്ട പിന്നെ ചോറ് എടുത്തേക്കെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചോറ് കഴിക്കാൻ കേട്ടോ. അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ. മാന്തൽക്കറിയും ചെമ്മീൻ റോസ്റ്റും പിന്നെ നാരങ്ങ അച്ചാറുണ്ടായിരുന്നു, തൈര് പപ്പടം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടായിട്ട് അവൾക്ക് കണ്ണ് പിടിക്കണം അങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ പിന്നെ വൈകുന്ന അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നു. കുറേ നേരം അങ്ങനെ 4 മണിയൊക്കെ ആയപ്പോൾ പിന്നെ മോള് ചെറുതെണീച്ച് അവൾക്ക് ചോറ് കൊടുത്തു. അപ്പോഴത്തേന് മോൾട്ടി സ്കൂളിൽ തന്നു. മോൾട്ടിക്കൊക്കെ ഇപ്പോൾ വീഡിയോയിൽ മുന്നിലൊക്കെ വരാൻ ഭയങ്കര മടിയായിട്ടാണ്. ആദ്യം നമ്മൾ വീഡിയോയിൽ ഡാൻസും ഇതൊക്കെ കളിച്ചിരുന്ന ആൾക്കാരാണ്. അപ്പോൾ വീഡിയോയിലൊക്കെ വരാൻ ഭയങ്കര മടിയായിട്ടാണ്. അപ്പം ഞങ്ങൾ പിന്നെ ചോറയപ്പ് കഴിഞ്ഞ് കുറച്ച് സംസാരിച്ചൊക്കെ ഇരുന്നില്ല. അത് കഴിഞ്ഞ ശേഷം ഒരു ഡോക്ടറെ ഇത് പോയി ഞാനൊന്ന് ഉറങ്ങി എണീറ്റിൻ്റെ ശേഷം കേട്ടോ മോൾട്ടി സ്കൂളിലൊക്കെ വന്നത്. അപ്പം ഞാൻ പുറത്തിറങ്ങിയൊക്കെ ഒന്ന് അവൾ ചെടി നന്നാക്കണമൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാത്ത 1-2 ചെടി അവിടെ നിന്ന് കൊണ്ടുവന്നും ചെയ്തു. അങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഇതപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ കേട്ടോ. അപ്പോൾ ഒരു ഡോക്ടർ ഇത് പോയി വരുമ്പോൾ പൊരിക്കടികളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി ചായ കുടിക്കുകയാണ് കേട്ടോ. പിന്നെ പൊടിൻ്റെ മുടിയൊക്കെ വെട്ടിക്കാണ്ടായിരുന്നു. അതൊക്കെ വെട്ടിയിട്ടാണ് അവർ വന്നിട്ട് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ ചായയുടെയൊക്കെ കഴിഞ്ഞ ശേഷം മരുപുസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞില്ല ഷോപ്പിങ്ങിന് പോകേണ്ടത്. അപ്പോൾ അവളെ ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിങ് ആണ് കേട്ടോ. അപ്പോൾ അവൾക്ക് എന്തൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങണം എന്ന് പറഞ്ഞു. പിന്നെ വീട്ടിലേക്കുള്ള ക്രോക്കറി ഐറ്റംസൊക്കെ എന്തൊക്കെ സാധനങ്ങളൊക്കെ അതും വാങ്ങാണ്ട് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് അപ്പോൾ രാത്രിയൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കുഞ്ഞിരാക്ക് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ നേരം വൈകും രാത്രി ആവുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ കാക്കാൻ്റെ മോനിക്ക് വിളിച്ചിട്ടാണ്. മക്കളവിടെ സ്കൂളിട്ട് വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ വൈകുന്നേരം തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വരും എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി മോണ്ടൻക്ക് മോനിസിന് മദ്രസ ഉണ്ട്. അപ്പോൾ അവനും പോയി പിന്നെ മോണ്ടൻ ഒറ്റയൊക്കെ ആവില്ല. അപ്പോൾ കാക്കാൻ്റെ മോനോട് ഞാൻ ഇടയ്ക്ക് അവനൊന്ന് ശ്രദ്ധിക്കാനും വീട്ടിൽ വന്നിരിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ പിന്നെ ഇപ്പോൾ ഞങ്ങൾ പിന്നെ മരുപുസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ കടയ്ക്ക് പോവുകയാണ്. സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവൾ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. കുറച്ച് നടക്കാനുള്ള 2-3 വളവ് കഴിഞ്ഞാൽ തന്നെ മെയിൻ റോഡാണ്. ആ മെയിൻ റോഡിൽ തന്നെയാണ് കേട്ടോ. മെയിൻ റോഡിൽ കുറച്ചങ്ങോട്ട്
പോയാൽ തന്നെ ഉണ്ടായി ഷോപ്പ്. മെസ്റ്റോ എന്ന് പറഞ്ഞ പിന്നെ ഒരു ചെറിയൊരു മാളാണ്. പിന്നെ സുഡിയോ ഉണ്ടല്ലോ, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സുഡിയോ ഉണ്ട്. ഈ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് അവൾ സാധനം വാങ്ങണത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയാണ് സുഡിയോ. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടൊന്ന് സുഡിയോയിലും കൂടെ കയറി വീഡിയോ എടുക്കുക എന്നുള്ളതിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഇവിടുന്ന് താഴെ നിന്ന് അവൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ കേട്ടോ. അവൾക്ക് അരിയും സാധനങ്ങൾ എന്തൊക്കെയോ പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങേണ്ടിയിരുന്നു. അപ്പോൾ അതൊക്കെ അവൾ വാങ്ങുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയാണേ. Halo gitu. അപ്പോൾ താഴെ നിന്ന് അവളെ സാധനങ്ങളൊക്കെ വാങ്ങലതിന് ശേഷം ഞങ്ങൾ പിന്നെ മുകളിലേക്ക് കയറിട്ടെ. മുകളിലാണ് ഞാൻ പറഞ്ഞത് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഐറ്റംസ് സാധനങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ മേലെ. മേലെ എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ബിരിയാണി പോട്ടുകൾ അങ്ങനത്തെ സംഭവങ്ങളില്ല. അപ്പോൾ അങ്ങനത്തെയൊക്കെ എന്തെങ്കിലും വാങ്ങാച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ കയറിയത്. അപ്പോൾ ഇനിയിപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ ഇങ്ങനെ പ്ലാന്റ്സുകൾ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ മറ്റേ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സുകളാണ് കേട്ടോ വെച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ ഓരോന്ന് നോക്കിക്കൊണ്ട് ഞങ്ങളിങ്ങനെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് പോകട്ടെ. അപ്പോൾ നമ്മളെ മോൺസ്റ്ററിൻ്റെ പ്ലാന്റ്സ് ഇല്ലേ, അതിൻ്റെ പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ആണത്. അങ്ങനെയൊക്കെ അതൊക്കെ നോക്കി ഇങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഭംഗിയും ഇതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ മേലേക്ക് കയറി. മേലെത്തിയ പിന്നെ ഒരു ലോകമാണ് കേട്ടോ. അപ്പോൾ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരുപാട് സംഭവം കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഇങ്ങനെ സ്റ്റീൽ പാത്രങ്ങൾ, അലുമിനിയം പാത്രം, അങ്ങനത്തെ പാത്രങ്ങൾ ഐറ്റംസ് ഒന്നും അവിടെ കണ്ടിട്ടില്ല. സെറാമിക്, ഗ്ലാസ്, നോൺ സ്റ്റിക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ടുള്ളത്. ഇതതുപോലെ ക്ലോക്കുകൾ, പല ഐറ്റം നമുക്ക് ചെറിയ ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനതൊക്കെ വീഡിയോ എടുക്കണതിൽ അവൾ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ജാറ് കണ്ടെത്തി. നമ്മൾ അച്ചാറൊക്കെ ആക്കി ടേബിളിലൊക്കെ വെക്കാൻ പറ്റിയ അടിപൊളി സെറാമിക്കിൻ്റെ ഒരു ബൗളാണ് കേട്ടത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെയൊക്കെ പിന്നെ ഞങ്ങളിവിടെ സെറാമിക്കിൻ്റെ ഒരു സെറ്റ് കണ്ടിട്ടോ. ഇതുപോലെ ഒരു ചീനച്ചട്ടി പോലത്തതും പിന്നെ ട്രേ പോലെ ഉണ്ട്. പിന്നെ അതിക്കുള്ള കോരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ. നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഫുഡൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ അടിപൊളി സംഭവം ഇട്ടത്. കറിയൊക്കെ വിളമ്പി ടേബിളിൽ കൊണ്ടുവയ്ക്കാൻ പറ്റിയ ഒക്കെ നല്ല മോഡൽ പാത്രമാണ്. സെറാമിക് ആണ്. നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. 300 സംതിങ് ആണെന്ന് തോന്നുന്നു റേറ്റ്. അങ്ങനെയൊക്കെ അതിനനുസരിച്ചുള്ള കോരിയും കാര്യങ്ങളും പിന്നെ ചെറിയ ബൗള് അങ്ങനെയൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഓരോ സാധനങ്ങളും ഇങ്ങനെ എടുത്ത് ഞങ്ങൾ അതിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് കേട്ടോ. ഇനിയിപ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നാൽ ഇതുപോലത്തെ ബോട്ടിലാണ് കേട്ടോ. ഗ്ലാസ് ബോട്ടിലുകൾ പല വലുപ്പത്തിലും പിന്നെ നല്ല മോഡലൊക്കെ ഉണ്ട്. ഇതുപോലെ ജാറ് പോലൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പക്ഷേ ഈ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ അത്ര കട്ടിയൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് താഴെ ജസ്റ്റ് ഒന്ന് തട്ടിയാൽ പൊട്ടു. അത്ര നൈസായിട്ടുള്ള ഒരു ഗ്ലാസ് കേട്ടോ. പക്ഷേ മറ്റേ പിന്നെ എന്താ പറയുക ബോട്ടിലൊക്കെ അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഇത് തീരെ ഇതില്ല, വെയിറ്റും ഇല്ല കേട്ടോ. തീരെ പെട്ടെന്ന് പൊട്ടിപ്പോകും തോന്നും. അങ്ങനെയൊക്കെ ഇതിനിപ്പോൾ 200 സംതിങ് കേട്ടോ അതിൻ്റെ റേറ്റ്. കാണാൻ ഷോ ഉണ്ട് നല്ല. പിന്നെ ഒരുപാട് മോഡലുകളുണ്ട് കേട്ടോ. ഇതുപോലത്തെ നല്ല നല്ല മോഡൽ. പിന്നെ താഴെയായിട്ട് ഇതുപോലത്തെ നമ്മൾ സാധാ ബോട്ടിലില്ലേ, ഗ്ലാസിൻ്റെ തന്നെ സാധാ ബോട്ടിലുണ്ട്. ഇത് വുഡിൻ്റെ പിന്നെ അടപ്പുള്ളൊരു പിന്നെ ബോട്ടിൽ കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഹൈറ്റുള്ളതും ചെറുതും വലുതായിട്ട് അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മേലെന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മൾ ഓയിൽ ബോട്ടിലൊക്കെ ഇല്ലേ, ഓയിലാക്കി വെക്കാൻ പറ്റിയ വെളിച്ചെണ്ണയൊക്കെ ആക്കി പറ്റിയ ബോട്ടിലുകൾ. പിന്നെ ഭരണി മോഡൽ ബോട്ടിലുകൾ അങ്ങനെയൊക്കെ. അപ്പോൾ ആ സൈഡിൽ ഈ സൈഡിലാണ് ബിരിയാണി പോട്ടുകൾ. പല മോഡൽ വലുതും ചെറുതായിട്ടുള്ള പല മോഡൽ ബിരിയാണി പോട്ടുണ്ട് കേട്ടോ.
പിന്നെ താഴത്തെ ലൈന് ഫുള്ള് ഇതുപോലത്തെ മോഡൽ കടായികളാട്ടോ. നമ്മളെ കാസ്റ്റേണില്ലേ, സീസൺ ചെയ്ത് വരുന്ന കാസ്റ്റേണിൻ്റെ കടായികളാട്ടോ. നല്ല റേറ്റും ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് പൊക്കാനൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് ഇതൊക്കെ പൊക്കുമ്പോൾ. അപ്പോൾ ഇത് നമുക്ക് ബിരിയാണിയൊന്നും ഒരു 1/2 കിലോ ഒക്കെ ബിരിയാണിയൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ അതിന് ചെറിയ പിന്നെ കടായി ഉണ്ട്, അതിന് 1600 അങ്ങനെ എന്തോ കേട്ടോ റേറ്റ് വരുന്നത്. പക്ഷേ ആ വെയിറ്റിനനുസരിച്ചുള്ള റേറ്റ് തന്നെയാണ്. നല്ല എന്താ പറയുക, കലങ്ങളോളം നിൽക്കുമല്ലോ കാസ്റ്റേൺ എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിനുള്ള അങ്ങനെയുള്ള റേറ്റാണ് കേട്ടോ. പിന്നെ അതിൻ്റെ വലുതും ചെറുതില്ല, അതാണ് ഏറ്റവും ചെറുത്. അതിൻ്റെ ഏറ്റവും വലിയ അങ്ങനെ. പിന്നെ മോഡലും വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങനെയൊക്കെ ഇതിൽ വലിയൊരു മോഡലാണ് കേട്ടോ. ഇത് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഒറ്റയ്ക്ക് പൊക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ അപ്പോൾ ഇന്നസെൻ്റ് ചെയ്ത പോലെ മൂടി ഉണ്ടായിട്ടാണ് അത് പൊങ്ങാത്തതെന്നും പറഞ്ഞാൽ മൂടി മാറ്റി വെച്ചിട്ട് പിന്നെ പൊക്കാൻ നോക്കിയിട്ടാണ്, എന്നിട്ടും പറ്റണില്ല. അങ്ങനെയൊക്കെ ഇത് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലല്ല, അത്യാവശ്യം നല്ല പിന്നെ എന്താ വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ. ഒരു 2 കിലോ ബിരിയാണിയൊക്കെ വെക്കാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല പിന്നെ വലുപ്പമുണ്ട്, വെയിറ്റും ഉണ്ട്, റേറ്റും ഉണ്ട് കേട്ടോ. 4000 സംതിങ് അങ്ങനെ എന്തോ റേറ്റ് ഉണ്ട് ഇത്. അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഇതാ അതിൻ്റെ അടുപ്പമ്മലാണ് റേറ്റ് ഉണ്ടായിരുന്നത്. അതൊക്കെ വെച്ച് പിന്നെ ഇതാ ഈ പാന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാൻ കേട്ടോ. പാൻ എന്ന് പറഞ്ഞാൽ സോസ് പാൻ കേട്ടോ. നമുക്ക് പാല് തിളപ്പിക്കാൻ അങ്ങനത്തെ ഒക്കെ പറ്റും. നല്ല ഭംഗിയുണ്ടെന്ന് കാണാം കേട്ടോ. ഇത് അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടപ്പോൾ ഇതെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതിനിപ്പോൾ 1200 300 അങ്ങനെ എന്താണെന്ന് തോന്നുന്നു റേറ്റ് വരുന്നത്. അപ്പോൾ അവൾ ഒന്ന് ഇതെടുത്തു. അങ്ങനെയൊക്കെ പിന്നെ നമ്മൾ അതുപോലെ തന്നെ നമ്മളെ കാസ്റ്റേണിൻ്റെ തന്നെ പാനില്ലേ, അതുപോലത്തെ പാനുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഗ്യാസ് സ്റ്റവ് ഇല്ലേ, ഗ്യാസ് സ്റ്റവിൻ്റെ ഒരു സെക്ഷൻ തന്നെ വരുന്നുണ്ട്. ഗ്ലാസും ഗ്രാനൈറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് സ്റ്റവുകളുണ്ട്. പിന്നെ ഇവിടുന്ന് നമ്മൾ മറ്റേ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഫ്രൈ ഫാനുകളെ വലിയൊരു പിന്നെ കളക്ഷൻ ഉണ്ട് കേട്ടോ. അങ്ങനെ നീളത്തിൽ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമ്മൾ കിച്ചണിലൊക്കെ ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പുറത്തേക്ക് കൊണ്ടിട്ട് നമ്മൾ ബാത്റൂം ക്ലീനിങ്, അങ്ങനത്തെ ഫ്ലോർ ക്ലീനിങ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലായിട്ട് നമുക്ക് ഡോർ മാറ്റുകളും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ലിവിങ് റൂമിലിടുന്ന മാറ്റുകളും പായി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പുറത്തുണ്ട്. പിന്നെ ഇപ്പുറത്തെ ഷെൽഫിലാണെങ്കിൽ കാസറോളിൻ്റെ പല മോഡലുണ്ട്. പിന്നെ സെറാമിക്കിൻ്റെ പ്ലേറ്റ്, പിന്നെ സോസർ അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു സെക്ഷനായിട്ട് ബിരിയാണി പോട്ട് വീണ്ടും ഒരുപാട് നല്ല നല്ല മോഡൽ ബിരിയാണി പോട്ടുകളുണ്ട് കേട്ടോ. വലുതും ചെറുതൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിൽ നിന്നാണ് കേട്ടോ ഓളം എടുത്തിട്ടുണ്ടായിരുന്നത്. വലിയ ബിരിയാണി പോട്ട് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ എടുക്കണതിൻ്റെ. പിന്നെ കുക്കറിൻ്റെ ഒരു സെക്ഷൻ. കുക്കറിന് നല്ല ഷെൽഫിൻ്റെ അപ്പുറത്ത് അലുമിനിയം കുക്കറും ഇപ്പുറത്ത് സ്റ്റീലിൻ്റെ കുക്കറും അങ്ങനെ ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു ചെറിയ കുക്കറുണ്ട് നമ്മളെ പ്രസ്റ്റീജിൻ്റെ. അത് നല്ല ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് അവൾക്ക് നല്ല ഇഷ്ടപ്പെടുന്നത്. 1400 അങ്ങനെ 3 ലിറ്ററിൻ്റെ കുക്കറാട്ടത്. 1400 അങ്ങനെ എന്തോ റേറ്റ് വരുന്നത്, ഈ റെഡ് കളറിലുള്ളത്. അപ്പോൾ അത് നമ്മൾ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു കാരണം. പക്ഷേ ചെറിയ കുക്കറാട്ടോ, 3 ലിറ്ററേ ഉള്ളൂ. അങ്ങനെയൊക്കെ. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി വെച്ചവൾ പോന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവേഴ്സ് അങ്ങനത്തെ ഒക്കെ ഉണ്ട്. പിന്നെ ടോയ്സ് ഐറ്റംസ് ആണ് കേട്ടോ ഈ ഭാഗത്ത് ഫുള്ളും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ നമുക്ക് കിച്ചണിലൊക്കെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നോക്കി നിൽക്കുമ്പോൾ ടൈം പോകണത് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ 8:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ തിരക്കൂട്ടുണ്ട്, മക്കളൊറ്റക്കാണ് ഇടി പോകണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ വരുന്നിടയിൽ നമ്മൾ സുഡിയോക്കും കൂടെ ഒന്ന് കയറാമെന്ന് ചോദിച്ചു. സുഡിയോ അങ്ങനെ പ്രത്യേകിച്ച് സാധനമൊന്നും വാങ്ങാനൊന്നുമില്ല. പക്ഷേ നമ്മൾ ഇതറ്റം വന്നിട്ട് ഒന്ന് വീഡിയോ എടുക്കേണ്ട സുഡിയോ കയറിയിട്ട്. അങ്ങനെ അപ്പോൾ ഞാൻ സുഡിയോയിലൊന്ന് കയറിയിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ അവിടുന്ന് ഒരു ഡ്രസ്സ് അവൾക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. മോൾട്ടിക്ക് എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മോൾട്ടിനെ കൊണ്ടുവന്ന് ഞങ്ങൾ മോൾട്ടി വന്നിട്ടില്ലല്ലോ ഞങ്ങളുടെ കൂടെ. അപ്പോൾ മോൾട്ടിനെ കൊണ്ടുവന്നിട്ട് അവൾക്ക് എടുത്തു കൊടുക്കുക എന്നുള്ളതിൽ അങ്ങനെ ഞങ്ങൾ കയറിയപ്പോൾ തന്നെ അവൾക്ക് ആ ഡ്രസ്സ് നല്ല ഇഷ്ടമായിട്ടോ. ആ റെഡ് അങ്ങനെ പ്രിൻ്റുള്ള ഡ്രസ്സ്. അപ്പോൾ അത് പിന്നെ എടുക്കുക എന്നുള്ളതിൽ പിന്നെ ഞാൻ ഒന്ന് ഓടിച്ച് വേഗം ഒന്ന് വീഡിയോ എടുത്തുകൊണ്ട് പിന്നെ അവിടുന്ന് പോകുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് വരുന്ന ടൈമിൽ പിന്നെ കുഞ്ഞനെ ഞങ്ങളത് കഴിഞ്ഞപ്പോൾ ഞാൻ കുഞ്ഞനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് പിന്നെ ഇവളെ വീട്ടിൽ കൊണ്ടാക്കി കാരണം സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ കുട്ടീനെ വീട്ടിലിട്ടിട്ട് പോകുന്നതും അല്ലേ. അപ്പോൾ അവൾക്ക് നടന്ന് പോകാനുള്ള ദൂരമുള്ളൂ. പക്ഷെ സാധനങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ കുഞ്ഞനെ അവളെ കൊണ്ടാക്കി കൊടുത്തതിന് ശേഷമാണ് പിന്നെ ഇന്നെ വിളിക്കാൻ വന്നത്. അതുവരെ ഞാൻ സ്റ്റുഡിയോൻ്റെ മുമ്പിൽ അവിടെ നിന്നു.
ആ വലൈക്കും അസ്സലാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. ഫസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യട്ടെ. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നത്. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.